നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വ്രതശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിന്റെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. ദേശീയപാത പന്നിയങ്കര ടോൾ പ്ലാസയിലെ നിരക്ക് വർധന ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. പ്രദേശവാസികൾക്കുള്ള സൗജന്യ യാത്രയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ടോൾ കമ്പനി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി കാവുതീണ്ടൽ ഭക്തിസാന്ദ്രമായി. ഭക്തിലഹരിയിൽ ആയിരങ്ങൾ കാവുതീണ്ടി. പുലിഭീതിയിലായ ചാലക്കുടി കണ്ണമ്പുഴ പ്രദേശത്ത് കൂടുതൽ സജ്ജീകരണങ്ങളുമായി വനം വകുപ്പ്. പുതുതായി 2 കെണിക്കൂടുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കും. ദൌത്യത്തിനായി വയനാട് നിന്നും 50 അംഗ സംഘം എത്തും. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. പവന് ഇന്ന് ഒറ്റടിക്ക് കൂടിയത് 520 രൂപ. 67,400 രൂപയാണ് പവന്റെ വില. വീട്ടിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ പോലീസിനെ ഭയന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. പുത്തൂർ കോക്കാത്ത ആലക്കേപ്പറമ്പിൽ 55 വയസ്സുള്ള ജോഷിയാണ് മരിച്ചത്. കയ്പമംഗലം മേഖലയിൽ പെരുന്നാൾ നിസ്കാരത്തിനായി ഈദ്ഗാഹുകളിലും പള്ളികളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. കൊപ്രക്കളത്ത് നടന്ന ഈദ്ഗാഹിന് മുഹമ്മദ് റസൽ സൊലാഹിയും കാളമുറി മസ്ജിദ് ദുസയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ജാഫർ സഖാഫിയും നേതൃത്വം നൽകി. തൃശൂർ CMS സ്കൂളിൽ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുത്തവർക്ക് റവന്യൂ മന്ത്രി കെ രാജൻ, മേയർ MK വർഗീസ്, MLA P ബാലചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, തൃശൂർ അതിരൂപത സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ചാവക്കാട് മുതുവട്ടൂർ രാജഹാളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖതീബ് സുലൈമാൻ അസരി നേതൃത്വം വഹിച്ചു. ചാവക്കാട് കുട്ടുങ്ങൽ ചതുരം ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് മുനീർ വാരന്തപ്പിള്ളി നേതൃത്വം വഹിച്ചു. എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മുഹമ്മദ് ദാരിമി അരിമ്പ്രയും, കിറാമൻ കുന്നിൽ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് സാബിത് സഖാഫിയും, പുതിയറ ജുമാ മസ്ജിദിൽ ഹസൻ ലത്തീഫിയും നേതൃത്വം നൽകി. അരിമ്പൂർ സെന്റ് ആന്റണീസ് പള്ളിയുടെ കീഴിലുള്ള വിശുദ്ധ ഗീവർഗീസ് സഹദ തീർത്ഥകേന്ദ്രത്തിൽ വീണ്ടും മോഷണം. തീർത്ഥകേന്ദ്രത്തിന്റെ ഒരു വശത്തെ ചില്ലുവാതിലിന്റെ ബോൾട്ട് തകർത്ത് കപ്പേളയ്ക്കകത്തെ പണം കവർന്നു. CPM കുന്നത്തങ്ങാടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കുന്നത്തങ്ങാടി സെന്ററിൽ ജനജാഗ്രത സദസ്സ് സംഘടിപ്പിച്ചു. മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യർ ഫൊറോന പള്ളിയിൽ അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന്റെ ത്രിശതോത്തര രജത ജൂബിലി ആഘോഷിച്ചു. അർണോസ് കലാകേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ പൊതുയോഗം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിന്യൂൾ ജോസ് കോന്നിക്കര ഉദ്ഘാടനം ചെയ്തു. ശങ്കരൻകാവ് മകരപ്പത്ത് ആഘോഷത്തോടനുബന്ധിച്ച് പൂരാഘോഷ കമ്മിറ്റി എരുമപ്പെട്ടി ആക്സി ധനസഹായം നൽകി. പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് NV സുരേഷ്, ആക്സ് പ്രസിഡന്റ് കാവിൽ നാരായണൻ ചെക്ക് കൈമാറി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സംഘടന ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മുഹായുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഗുത്തൂബയ്ക്കും ഖതീബ് അത്തീഖു റഹ്മാൻ ബാഖവി നേതൃത്വം നൽകി. മഹൽ പ്രസിഡന്റ് അബ്ബാസ് കാരേങ്ങൽ പെരുന്നാൾ സന്ദേശം നൽകി. പത്തുകുളങ്ങര ജുമാ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ കീഴിലെ ഇസ്ലാമിക് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സെമിനാറും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ഇസ്മായിൽ ഫൈസി ചെമ്മങ്ങനാട് ഉദ്ഘാടനം ചെയ്തു. പാടൂർ അൽസലാം സലഫി മസ്ജിദ് കമ്മിറ്റി ചെറിയ പെരുന്നാളോടനുബന്ധിച്ച് ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ഗുഷൈബ് മദിനി പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി. പാടൂർ മഹൽ ജുമാ മസ്ജിദിൽ നടന്ന ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് മഹൽ ഖതീബ് അബ്ദുർ റഹ്മാൻ അൽ ഖാസ്മി നേതൃത്വം നൽകി. സദർ ഉസ്താദ് റഷീദ് അൻവാരി, മഹൽ പ്രസിഡന്റ് BM മുസ്തഫ, സെക്രട്ടറി RV ഉമ്മർ, ട്രഷറർ KH കമറുദ്ദീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുല്ലക്കര മുസ്ലിം മഹൽ ജുമാഅത്ത് ജുമാ മസ്ജിദിൽ വിശ്വാസികൾ ഈദുൽ ഫിത്ർ ആചരണവും ലഹരിവിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ഖതീബ് അബ്ദുൽ കബീർ നിസാമി ലഹരിവിരുദ്ധ സന്ദേശം നൽകി.
പതിയാരം നെല്ലുവായ് തോട്ടയിലെ തടയണയ്ക്ക് ഷട്ടർ സ്ഥാപിച്ചു. കുന്നത്തേരി നെല്ലുവായ് പാടശേഖരത്തിലെ നെൽകൃഷിക്ക് വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയാണ് തോട്ടിൽ തടയണ നിർമ്മിച്ചത്. നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ വടക്കാഞ്ചേരി മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്നേഹതീരം ബീച്ച് പാർക്കിൽ ശുചീകരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിൽ മാനേജർ AT നേന, സൂപ്പർവൈസർ PM അസ്ഹർ, ടൂറിസം ലൈഫ് ഗാർഡന്മാരായ സ്മിനോ ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാത്രമംഗലം തോന്നല്ലൂർ ഗ്രാമീണ വായനശാല ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്തിലെ 16-ാം വാർഡിലുള്ള കുഞ്ഞാലിപ്പാറ ടൂറിസ്റ്റ് കേന്ദ്രം പ്ലാസ്റ്റിക് വിമുക്തമാക്കി. ശുചീകരണത്തിന് വാർഡംഗം സുമേഷ് മൂത്തമ്പാട് നേതൃത്വം നൽകി. കൊടകര ആലത്തൂർ ALP സ്കൂൾ വാർഷികവും പുതിയ ശുചിമുറി ബ്ലോക്കിന്റെ സമർപ്പണവും KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാല ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം NS വിദ്യാധരൻ പ്രഖ്യാപനം നിർവഹിച്ചു. കൊടകര പാറേക്കോട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിന്റെ മതബോധന വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ഗ്രേസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജെയ്സൺ പാറേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കറുപ്പിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ മാള കുളിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ സംവാദം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് കുക്കു ദേവകി വിഷയാവതരണം നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരീക്ഷ ശാസ്ത്ര അവബോധന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ യുവജന ശാസ്ത്രജ്ഞ സംഗമം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന സംഗമത്തിൽ 11 യുവശാസ്ത്രജ്ഞർ മനുഷ്യജീവിതത്തിലെ പ്രയാസങ്ങളെ ലഘൂകരിക്കാനുള്ള ഉപായങ്ങൾ അവതരിപ്പിച്ചു. ടണൽ സിറ്റി ചാവക്കാട് ബീച്ചിന്റെ നേതൃത്വത്തിൽ പെരുന്നാൾ മധുരം സംഘടിപ്പിച്ചു. ബേബി റോഡ്, ഫാറൂഖ് മസ്ജിദ്, ഖത്തീബ് ഹുസൈൻ ബാക്കഫി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. തെക്കുംകര പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ വിളംബര ജാഥയും പ്രഖ്യാപനവും നടന്നു. തെക്കുംകര പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങ് MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. KPMS മാള യൂണിയൻ വാർഷിക സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജു ഏത്തപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് VK ബാബു അധ്യക്ഷനായി. തലൂരിൽ മൊബൈൽ ഷോപ്പിൽ വൻ മോഷണം. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കടയുടെ ഷട്ടർ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ 30 ലക്ഷം രൂപയുടെ ഫോണുകൾ കവർന്നു. വെള്ളിക്കുളങ്ങര ചൊക്കന തോട്ടം മേഖലയിലെ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ചൊക്കനയിലെ തൊഴിലാളികളുടെ വാസസ്ഥലത്തെത്തിയ കാട്ടാന പുലരും വരെ പാടികളുടെ മുറ്റത്ത് നിലയുറപ്പിച്ചത് തൊഴിലാളി കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തി. ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റായി ഡോക്ടർ KV ഷാജു ചുമതലയേറ്റു. മുൻ പ്രസിഡന്റ് റാഫേൽ ടോണി പൊന്നാടയണിയിച്ചു. എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി കരുമത്ര പിഞ്ചിലത്ത് വീട്ടിൽ 55 വയസ്സുള്ള മണികണ്ഠനെയാണ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എറവക്കാട് ഓടഞ്ചിറ ഷട്ടറിന് സമീപം മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയിൽ നിന്ന് 4 കുട്ടികൾ ഉൾപ്പെടെ 7 കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചിറ്റിശ്ശേരി സ്വദേശി കുരുതുംകുളങ്ങര വീട്ടിൽ വിനു ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയാണ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞത്. പെരുവല്ലൂരിൽ കാറിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ 2 യുവാക്കൾ പോലീസ് പിടിയിലായി. പെരിങ്ങോട്ടുകര കണ്ണാറ വീട്ടിൽ മിലിഷൻ, പെരുവല്ലൂർ പുത്തൻ വീട്ടിൽ ആന്റോ എന്നിവരെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡും പാവറട്ടി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. എളവള്ളി നോർത്ത് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഖത്തീബ് സയ്യിദ് ഹുസൈൻ ജമലുൽ അലി അസഗാഫി ചേളാരി പെരുന്നാൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി.
കയ്പമംഗലം മേഖലയിൽ പെരുന്നാൾ നിസ്കാരത്തിനായി ഈദ്ഗാഹുകളിലും പള്ളികളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. കൊപ്രക്കളത്ത് നടന്ന ഈദ്ഗാഹിന് മുഹമ്മദ് റസൽ സൊലാഹിയും കാളമുറി മസ്ജിദ് സഫയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ജാഫർ സഖാഫിയും കാളമുറി മസ്ജിദിൽ മുബാറക്കിൽ നടന്ന നമസ്കാരത്തിന് MI അബ്ദുൽ ജലീൽ മൗലവിയും നേതൃത്വം നൽകി. കൊടകര മേഖലയിലെ വിവിധ ജുമാസ്തുകളിൽ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര റിഫാഇ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം സിയാദ് ബാഖഫി നേതൃത്വം നൽകി. കൊടകര ടൗൺ ജുമാ മസ്ജിദിൽ അലി സഖാഫിയും മറ്റത്തൂർ നെല്ലിപ്പറമ്പ് ജുമാ മസ്ജിദിൽ മാഹിൻ മൗലവി അൽകാസിമിയെയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസിലിക്കയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പ് വികാരി ഫാദർ തോമസ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നാട്ടാന പരിപാലന സംരക്ഷണ കേന്ദ്രമായി പ്രവർത്തനം ആരംഭിക്കുന്ന ചിറ്റണ്ട KP നാച്ചുറൽ പാർക്കിലെ പുതിയകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ 2 നാൾ നീണ്ടു നിൽക്കുന്ന കളിയാട്ട മഹോത്സവം അരങ്ങേറും. ഏപ്രിൽ 2, 3 തീയതികളിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിൽ ഭദ്രകാളി, തെയ്യം, ശാസ്തപ്പൻ തിറ, മഹാ അന്നദാനം, സാംസ്കാരിക സദസ്സ് എന്നിവയും ഉണ്ടാകും. തെരുവിൽ അലയുന്നവരോടൊപ്പം ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് ഹോമിയോ ഡോക്ടർ ജോജോ K ജോസഫ് തെരുവിന്റെ മക്കൾക്ക് ബിരിയാണിയും വസ്ത്രങ്ങളും വിതരണം ചെയ്തു. മയക്കുമരുന്നിനെതിരെ പെരുന്നാൾ ദിനത്തിൽ മനുഷ്യചങ്ങല തീർത്ത് വിവിധ കൂട്ടായ്മകൾ. കാക്കാത്തിരുത്തി, ചളിങ്ങാട്, ചെന്ത്രാപ്പിനി, ചിറക്കൽ പള്ളി എന്നിവിടങ്ങളിലാണ് ഈദ് നമസ്കാരത്തിന് ശേഷം മനുഷ്യചങ്ങല തീർത്ത് പ്രതിജ്ഞ ചൊല്ലിയത്. മറ്റത്തൂർ ചെട്ടിച്ചാലിലെ വീട്ടുപറമ്പിൽ കാക്കത്തമ്പുരാട്ടി ഇനത്തിലുള്ള പക്ഷിയുടെ കൂട് കണ്ടെത്തി. നാട്ടിൻപുറങ്ങളിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരിനം കാട്ടുപക്ഷിയാണ് കാക്കത്തമ്പുരാട്ടി. ചെട്ടിച്ചാൽ എടത്താടൻ രാമകൃഷ്ണന്റെ വീടിന് സമീപത്തെ പ്ലാവിലാണ് കാക്കത്തമ്പുരാട്ടിയുടെ കൂട് കണ്ടെത്തിയത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.